ഫ്രണ്ട്സ്, ഒരു വ്യക്തിയിലുള്ള അഡിക്ഷൻ മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു നോക്കുക. അതായത് ആ അഡിക്ഷനിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോട്ടീസ് ചെയ്യുക. അതായത് നിങ്ങൾ അഡിക്ഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത വേദന ഉണ്ടാകുന്നതോടൊപ്പം തന്നെ എന്തെന്നില്ലാത്ത റിലീഫ് കൂടി ആ അഡിക്ഷൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ റിലീഫ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അഡിക്ഷനെ മറികടക്കുവാൻ നമുക്ക് കഴിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവർക്ക് മെസ്സേജ് അയക്കുവാനോ കോൾ ചെയ്യുവാനോ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു അർജ് നമുക്ക് ഫീൽ ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് എന്ത് റിലീഫാണ് ആ മെസ്സേജ് അയക്കുന്നതിലൂടെ അല്ലെങ്കിൽ കോൾ ചെയ്യുന്നതിലൂടെ കിട്ടുന്നതെന്ന് ഒന്ന് നോട്ടീസ് ചെയ്യുക. ഇപ്പോൾ മെജോറിറ്റി കിട്ടുന്ന ഉത്തരങ്ങൾ ഇങ്ങനെയായിരിക്കും: കുറച്ച് നേരമെങ്കിലും മനസമാധാനം കിട്ടുമല്ലോ, അതൊരു റിലീഫാണ്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്ത് അൺകംഫർട്ടബിൾ ആയിരുന്നു, ഒന്ന് കംഫർട്ടബിൾ ആകാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്യുക. അതല്ല എങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്ത വേദന ഉണ്ടായപ്പോൾ ആ വേദനയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് മെസ്സേജ് ചെയ്യുന്നു അല്ലെങ്കിൽ കോൾ ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റിലീഫ് അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇതൊരിക്കലും ഒരു തെറ്റല്ല, നിങ്ങൾ തെറ്റാണെന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. നമ്മൾ മനുഷ്യരാണെങ്കിൽ അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്, അതാദ്യം മനസ്സിലാക്കുക. പക്ഷേ നമുക്ക് അഡിക്ഷൻ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കുണ്ടാകുന്ന ഈ റിലീഫിനെ വഴിതിരിച്ച് വിടേണ്ടതായിട്ടുണ്ട്. അതായത് അതിന് തക്കതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഹാബിറ്റ് നമ്മൾ തിരഞ്ഞെടുക്കണം. അതായത് നമുക്ക് ആ മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യുവാനുള്ള ഒരു അർജ് ഫീൽ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന റിലീഫ്, ഇപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്ത ആ വേദനയെ മറക്കുവാൻ കഴിയും. അപ്പോൾ ആ വേദനയിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഹാബിറ്റ് തിരഞ്ഞെടുക്കുക. വേണമെങ്കിൽ 10 മിനിറ്റ് നമുക്ക് മ്യൂസിക് കേൾക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് നടക്കാം. ഇനി അതല്ല, അവരെ മെസ്സേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ ഒരു റിലീഫ് നമുക്ക് സ്വയം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ സ്വയം നമ്മെ തന്നെ ഒന്ന് സമാധാനിപ്പിക്കുക. ഇനി അതല്ല, അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതാണ് നിങ്ങൾക്ക് റിലീഫായിട്ട് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ, നിങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്ത് അവരുമായിട്ട് സംസാരിക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ അഡിക്ഷനിൽ നിന്നും സാധാരണഗതിയിൽ ഓവർകം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് തെറ്റാണ്, ഞാൻ വളരെ വീക്കാണ്, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ പ്രായം ഒരുപാടായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും, ഇനി വേറൊരു ബന്ധത്തിലേക്ക് എനിക്ക് എങ്ങനെ പോകുവാൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കാതിരിക്കുക. നമ്മളൊരിക്കലും ബ്രെയിനെ ഫോഴ്സ് ചെയ്തതുകൊണ്ട് ഒരു കാര്യവും അവിടെ സംഭവിക്കുന്നില്ല. നമുക്കവിടെ വേണ്ടത് കൃത്യമായിട്ടുള്ളൊരു ഹാബിറ്റിലൂടെ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു പർപ്പസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമുക്ക് കിട്ടുന്ന ആ റിലീഫിനെ വഴിതിരിച്ച് വിട്ട് മറ്റൊരു ഹാബിറ്റിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് ആ അഡിക്ഷനിൽ നിന്ന് പൂർണ്ണമായിട്ട് ഓവർകം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും എനിക്കതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്.